എങ്ങനെയുണ്ട് ഓണം ഇത്തവണത്തെ? ഓണം വളരെ നല്ലതല്ലേ, പ്രത്യേകിച്ച് ഈ ഓണം വളരെ ഡിഫറെൻ്റ് അല്ലേ. എനിക്ക് നമ്മൾ എന്താ പറയുക, 2 ടീമായിട്ട് മത്സരിക്കുന്നു. നമ്മൾ ഓണത്തല്ല് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ. അല്ല, പുള്ളി തല്ലാൻ വന്നിരിക്കുകയാണ്, അദ്ദേഹത്തിന് തല്ലാൻ വന്നിരിക്കുകയാണ്. യഥാർത്ഥ ഓണത്തല്ല് തുടങ്ങാൻ പോകണം. അപ്പൊ നമുക്ക് മിക്കവാറും ഓണത്തല്ല് ഇവിടെ ശരിക്കുള്ള തല്ല് ഇവിടെ ഇതിന്റെ ക്ലൈമാക്സിൽ, അതായത് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് മിക്കവാറും അടി ആകുന്ന ലക്ഷണമുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ സാധാരണ ഓണത്തിന് എന്തൊക്കെയാണ് ഒരു പതിവ്? കാരണം ഓണക്കോടി ഇപ്പം ഹസ്ബൻഡ് എവിടെയാണ്? ബാംഗ്ലൂരാണ്. അപ്പം ഹസ്ബൻഡ് എന്താണ് വാങ്ങിച്ചത് കഴിഞ്ഞ ഓണത്തിന്? കഴിഞ്ഞ ഓണത്തിന് നമ്മൾ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാനും നവീനും ആണെങ്കിലും ഓണത്തിന് ഒഴിവാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ നോക്കാം. എന്താണ് ഈ എല്ലാ ദിവസവും ഓണമാണെന്നറിയാം, എന്നാല് ഹോബീസ് എന്താണ്? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കറങ്ങാൻ പോവോ? ഇപ്പൊ ലോക്ക്ഡൌണും അതും ഇതൊക്കെ കറങ്ങാൻ പോലൊക്കെ വളരെ കുറവാ. ഇപ്പൊ എല്ലാം ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ്. അതെ, നെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പോ മേജർ അഡിക്ഷൻ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആലോചിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വെച്ചിട്ടുണ്ടെന്ന് വീട്ടിലുണ്ടാക്കുന്ന സദ്യ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഇതല്ലേ. അപ്പോൾ വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സദ്യ കഴിക്കാൻ നിൽക്കാനൊന്നും നമുക്ക് പറ്റാറില്ല. അതുകൊണ്ട് വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നത് നമ്മൾ കാത്തിരിക്കും. അത് ശരിക്കും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ ചില VVIPs ഉണ്ട്, ഈ കല്യാണത്തിനൊക്കെ വരുമ്പോഴേ അവരിങ്ങനെ ജസ്റ്റ് വന്ന് കല്യാണത്തിന് വന്നു ഫോട്ടോ എടുത്തു. അപ്പൊ സാർ ആഹാരം കഴിക്കാൻ വേണ്ട, ഭയങ്കര ആഗ്രഹമാണ്. സത്യം, അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കഴിച്ചാൽ കൊള്ളാമെന്ന്. കാരണം വെറുതെ എങ്കിലും പോകുന്ന വഴിക്ക് വരും, ആരാ കാറ്ററിംഗ് ചുമ്മാ. അപ്പൊ അവിടുത്തെ ഏറ്റവും വമ്പൻ കാറ്ററിംഗിൽ ആരെങ്കിലും ആയിരിക്കും. അപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്നിട്ടായിരിക്കും, ഓ വേണ്ടായിരുന്നു, എല്ലാം പൊതിഞ്ഞെടുത്തോളൂ എന്നൊക്കെ. ഞാൻ ആരാ സംഭവം ഒന്നും ചോദിക്കാറില്ല, കേറുക വാരി അങ്ങ് അലക്കുക. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു കാണാനുണ്ട്. ഇപ്പൊ ഞാൻ മുമ്പേ നീ പിമ്പേ എന്ന് പറഞ്ഞവരായി. കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ വേറൊരു കുഴപ്പം കാണിച്ചിട്ട്. എന്താ കുഴപ്പം? അതായത് നിങ്ങൾ ആദ്യം വന്ന് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര വീരശൂര പരാക്രമമായിട്ടൊക്കെ നിന്നു, അതൊക്കെ ഓക്കെ, സമ്മതിച്ചു. അപ്പം നിങ്ങൾക്ക് 3 പേരെ ഞാൻ തന്നില്ലേ? അതോടുകൂടി എന്റെ ധൈര്യം മൊത്തം ചോർന്നു. അങ്ങനല്ലല്ലോ നേരത്തെ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട് 3 പേരെ കിട്ടിയതിൽ. സന്തോഷമുണ്ട്. എന്നാ അവരുടെ പേര്, ഊര്, എന്ത് ചെയ്യുന്നു, എന്താണെന്ന് വല്ലതും ചെയ്ത് എന്തോ. നമുക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. നമുക്ക് അങ്ങനെ വലിയ ഭാവമില്ല. ആര് വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. എന്നാലും അവരുടെ ചോദിക്കണ്ടേ എന്ത് ചെയ്യുന്നു? ടീമിലോട്ട് പോയിക്കോട്ടെ, ഒന്ന് മാറ്റാൻ കണ്ടോ പറ്റും. അന്നാ ഒരു കാര്യം ചെയ്തേ, മിസ്റ്റർ മാമനൻ, നിങ്ങൾ നിങ്ങളുടെ ടീമിലെ പെൺകുട്ടികളുടെ പേരെന്ന് പറഞ്ഞു വാട്സ്ആപ്പ് നമ്പർ വരെ ചോദിച്ചിട്ടില്ല. അല്ല, അതൊക്കെ പേര് പറ. അതൊക്കെ ഓക്കെ, പേര് പറ. പേര് പറഞ്ഞു. അത് ആർദ്ര. കായംകുളം കൊച്ചുണ്ണിയുടെ പെങ്ങളാണ്. ആ ബെൽറ്റ് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ അംഗത്തിന് പുറത്ത് വന്നിരിക്കുകയാണ്. അംഗത്തിനോ? ആർദ്ര എന്നാണ് പേര്. ആർദ്ര. ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴേ ഇതുപോലെ എന്താണ് ഒരു ഇതില്ലേ, എന്താണ് അഡ്വക്കേറ്റിന്റെ ഒരു ലക്ഷണം ആ ഡ്രസ്സിൽ. ബീറ്റ് ബോക്സർ ആണല്ലേ? ആണ്. അതെന്താണത് ബീറ്റ് ബോക്സ് എന്ന് സാധാരണ നമ്മള് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഇത് ബോക്സിങ്ങും ഗുസ്തിയും. അതാണ് ഞാൻ വിചാരിച്ചത്. ഞാനിവിടെ ആരും ഇടിക്കാൻ വന്നൊന്നുമല്ല. ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്വന്തം ശബ്ദം ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മിമിക്രി പോലത്തെ ബീറ്റ് ബോക്സിങ്. അതൊക്കെ എനിക്ക് കാണണം കേട്ടോ. അല്ലേ, ഡോക്ടറേറ്റ് കിട്ടിയ ആണോ? ചെറിയൊരു തലവേദന കഫക്കെട്ടിന്റെ ആണോ? അസുഖയാണ്. പിന്നെ അടുത്തിരിക്കുന്ന ആള് അരുണിമ അസലായിട്ട് പാടുവോ? 5 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ആണ് ഈ ടിക്ടോക്കിൽ. മ്യൂസിക് സ്റ്റാർ മലയാള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പാട്ടൊക്കെ പാടും. കേമിയാണ്. അപ്പൊ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മറ്റേ കൃഷ്ണ, അത് 3 അങ്ങോട്ട് കൊടുക്കാം. എനിക്കൊരു പരാതിയില്ല. പിന്നെ ഇത് ജസ്നിയ. എല്ലാവർക്കും ചങ്കത്ത് തീയ, ആ കൊച്ചിനെ ചങ്കത്ത് മയിൽപീലിയ. അപ്പൊ ജസ്നി എന്താ ചെയ്യണേ? ജസ്നി എന്താ എന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് ചോദിച്ചാൽ വീട്ടിലുള്ളവരെക്കാളും കൂടുതൽ സന്തോഷം അയലത്തോരുടെ വിശേഷം. അതിനൊരു പ്രത്യേക. ജസ്നി അമൃത സൂപ്പർ ഡാൻസറിന്റെ വിന്നറാണ്. അത് ശരി. പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമയില്?
ഞാൻ GS പ്രദീപ് സാർ ഡയറക്റ്റ് ചെയ്ത അശ്വമേധം GS സാറിന്റെ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ മൂവി. ഗോൾഡൻ ഫിഷ്. അയ്യോ 2 ചെതമ്പല് തരുക പണയം വെക്കാനായിരുന്നു. പിന്നെ വേണ്ടത് അവനെയാ എനിക്ക് വേണ്ടത്. ഭാവനയ്ക്ക് ഇത് മനസ്സിലായില്ല എന്താ സംഭവം അറിയുമോ? ഇവിടെ നടക്കണ ഈ വിദ്വേഷത്തിന്റെ പുറകിലൊരു പകയുടെ കഥയുണ്ട്. മറ്റേ പണ്ട് ചവിട്ടി ചവിട്ടി താത്ത കഥ. എനിക്കിപ്പോഴാണ് പുള്ളിനെ ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓ അത് ശരി. അപ്പൊ നമ്മള് പണി കൊടുക്കണ്ടേ? എങ്ങനെ തലകുത്തി മറിഞ്ഞാലും നടക്കൂല കേട്ടോ. തലകുത്തി മറിഞ്ഞാലും നടക്കൂല. തലകുത്തി മറിയല്ലേ ഇത്? മറയിക്കും കില്ലാടികളാണ്. കില്ലാടികൾ. ഞങ്ങളുടെ ടീമിലെ കൊലയാളികളാ. അപ്പൊ ആരാണ് ഫസ്റ്റ് കൊലയാളി? ഈ കൊലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലയാളി പറഞ്ഞു കൊടുക്ക്. മഹാബലി ഒന്ന് പറഞ്ഞേ. കൊലയാളികളുമായിട്ട് സ്റ്റെഫി ലിയോൺ എന്നാ പേര്. ഓ സണ്ണി ലിയോൺ എന്നല്ലേ വിചാരിച്ചു. മഹാബലി വന്നപ്പോഴേ ചോദിച്ചു ചേട്ടാ, എന്റെ ടീമില് സണ്ണി ലിയോൺ കാണുന്നു ചേട്ടാന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് സ്റ്റെഫി ലിയോൺ. ആരെ കൊണ്ടുവരാൻ പറ്റാത്തോണ്ട് സ്റ്റെഫി ലിയോൺ. അല്ലെ എന്താണ് ചെയ്യുന്നൊക്കെ ചോദിച്ചു. എനിക്കറിയാന്നേ. എന്താ? അഡ്വക്കേറ്റ് ആയിരുന്നു. അഡ്വക്കേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചു പ്രാക്ടീസ് കഴിഞ്ഞു. ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമയിലുണ്ട്, സീരിയലിലുണ്ട്. ഇനി അവിടെ കേസെന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്ത് നോക്കും. ഞങ്ങൾ മുൻകൂട്ടി കണ്ട സംഭവം ഇറക്കിയേക്കണം. മോനെ അതാ ജാടത്തരം മൊത്തം പറഞ്ഞു. അല്ല പേര് പറ. പേര് പറ. ഞാനന്ന് സ്ത്രീകളുടെ മുഖത്ത് നോക്കാത്തോണ്ടേ പേര് പറ. നോക്ക്. മഹാബലിയാണെന്ന് പറഞ്ഞ് കേറി ഇരുന്നാ മതി. പേര് പറ. പേര് പറ. ഗസി. ഗസി. പേര് പറ. പേര് പറയാൻ ഗസി. ഞാൻ എടുത്തിട്ട് കൂട്ടും കേട്ടോ. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഈ സ്ത്രീകളുമായിട്ട് അങ്ങനെ പേര് ചോദിക്കാറില്ല. പിന്നെ വളരെ സൗഹൃദമാണ്. TV-യിൽ സീരിയലൊക്കെ ഉണ്ട്. ഞങ്ങള് പാടാത്ത പൈങ്കിളി എന്നൊരു സീരിയലുണ്ട്. കേട്ടിട്ടുണ്ട്. അതില് അങ്കിത വിനോദ് എന്ന് പറഞ്ഞൊരു കുട്ടിയെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ക്യാരക്ടർ അല്ല, ഒറിജിനൽ പേര്. ഒറിജിനൽ പേര്. അപ്പൊ മഹാബലിക്ക് വേണ്ടിട്ട് ഞാൻ പറയാണ് വില്ലത്തിയാണ്. വില്ലത്തിയും വക്കീലും. അപ്പൊ ഇവിടെ ഒരു ഞങ്ങൾക്ക് അങ്ങ് അറ്റത്തിരിക്കുന്ന ആള് മറ്റേ ഇടിയുടെ അല്ലേ ബോക്സർ. ഇവിടെ വില്ലത്തി. ഇനി ഒരാളെയും കൂടെ ഉള്ളു പരിചയപ്പെടാൻ. അത് ഞങ്ങളുടെ ഡ്രില്ല് ടീച്ചർ. അതെ, ഇപ്പൊ കേരളം മുഴുവൻ കാണുന്ന ഒരു സീരിയലുണ്ട്, കുടുംബ വിളക്ക്. നിങ്ങൾ ഈ പാതാളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടല്ലോ. അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എല്ലാരും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ക്ഷമിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പാതാളത്തില് മറ്റേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടിച്ച് കിറങ്ങി ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. വർഷത്തിൽ ഒരിക്കലേണ്ട ഇവിടെ വന്ന് കണ്ടിട്ട് പോകാൻ പറയുന്നതാണ്. എന്നാൽ അല്ല TV-യിൽ കാണാറ്. പേര് ഒറിജിനലായിട്ട് അറിയാൻ പാടില്ല. അവിടെ TV ഉണ്ടോ? അയ്യോ 3 മാസത്തെ കേബിൾ കട്ട് ചെയ്തിട്ടേക്കാണ് പൈസ കൊടുക്കാത്തോണ്ട്. ശരണ്യ ആനന്ദ് കുടുംബ വിളക്ക് എന്നുള്ള സീരിയലിലെ വേദിക. പിന്നെ സിനിമയിലെ യക്ഷിയായിട്ട് വന്നിട്ടുണ്ട്. ആകാശഗംഗ എന്ന് കേട്ടില്ലേ? അതിന്റെ പാർട്ട് 2 യക്ഷിയായിരുന്നു. അതെ, ചുടില്ല യക്ഷിയായിരുന്നു ഞാൻ. ചുടില്ലേ? അതെന്താ ചുടില്ല യക്ഷിയാണ്. അതെ, എവിടാ പഠിച്ചത്? ഞാൻ ഗുജറാത്തിലാ പഠിച്ചത്. ഗുജറാത്ത് നല്ല തെറികൾ ഉണ്ടോ? പിന്നെ രണ്ടെണ്ണം കൂടെ കൊടുത്തുണ്ടോ? ഞാനോർത്ത് യക്ഷി ആയതുകൊണ്ട് എവിടെയാ പഠിച്ചതെന്ന് വെച്ചാൽ പാലായിലാ പഠിച്ചത്. ഭാവന ചെറിയ പാട്ട് പാടിയാൽ എനിക്കൊരു ഉത്തേജനം കിട്ടും. ആ പറഞ്ഞത് തറവാടിത്തം. അതായത് ഞങ്ങള് ആദ്യം ഞാൻ ഭാവനയെ കാണുന്നത് എത്രയോ വർഷം മുമ്പ്, ഒരു 17 വർഷമെങ്കിലും അയക്കണം. ഭാവന അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് ഞാന്, ഭാവന, പിന്നെ 2-3 ഡാൻസേഴ്സ് എനിക്ക് ഒരു ഓർമ്മയുണ്ട്. പിന്നെ KPSC ലളിത ചേച്ചി, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ആഡ് ഫിലിം ചെയ്തു. എന്താണ് അതാണ് കോമഡി. ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എന്തിന്റെ ആഡാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മയില്ല. തുള്ളിനീലമാണോ കാണുന്നുണ്ടാവും ഇപ്പൊ. അതെ, തുള്ളിനീലമാണോ എണ്ണയാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു ആഡൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് സരിഗമ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനാണ്. അതിന് വന്നു. പിന്നെ കുട്ടികളുടെ ഷോയിൽ വന്നു. പിന്നെ ഞങ്ങള്
എവിടെയായിരുന്നു ഞാൻ ഭാവനയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നത്? ലണ്ടനിലോ? ആ ലണ്ടനില് ലണ്ടൻ. ഒരു അങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങൾ പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുന്നേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അംഗമാണ് എൻ്റെ സ്വന്തം ഭാവന. ഇപ്പോ ഭാവനെ കീഴ്പ്പെടുത്തുന്ന ഈ വേദിയിലും ഭാവന വന്നിരിക്കുകയാണ്. അപ്പം ഭാവനാത്മകമായി ഐശ്വര്യപൂർണമായിട്ട് നമ്മൾ ഈ ചകിട ആരംഭിക്കുന്നത് ഹിന്ദോള രാഗത്തിൽ. ഇതാ പിടിച്ചോ, ഭാവനാത്മകമായിട്ടുള്ള ഒരു ഗാനം. സഗമദനി സാനിദമഗ ഗഗമദ സനിദ നിസ വെൺചന്ദ്രലേഖയോരപ്സരസ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ വെൺചന്ദ്രലേഖയോരപ്സരസ്ത്രീ. ഞാനിങ്ങനെ രസമായിട്ട് സൂചിച്ചിരിക്കുകയായിരുന്നു. ആ സ്ഥലം